ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ആൻഡോപ്പിൽ മദർ ഓഫ് ജീസസ് ഫൊറൈൻ ദേവാലയത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ആൻഡോപ്പിൽ ഫൊറൈൻ ദേവാലയം സ്ഥിതി ചെയ്യുക ആൻഡോപ്പിൽ ദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് ആൻഡോപ്പിൽ ചർച്ച് എന്ന പേരിൽ തന്നെയുള്ള ബസ് സ്റ്റോപ്പിനോട് അടുത്ത് തന്നെയുള്ള ദേശത്താണ്. ആൻഡോപ്പിൽ മദർ ഓഫ് ജീസസ് ഫൊറോന ദേവാലയത്തിലേക്ക് ചർച്ചസ് ഓഫ് ഇന്ത്യ യൂട്യൂബ് ചാനൽ ടീമിനെ ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആൻഡോപ്പിൽ മദർ ഓഫ് ജീസസ് ഫൊറൈൻ ദേവാലയത്തിൻ്റെ കീഴിൽ 7 ദേവാലയങ്ങളാണ് ഉള്ളത്. മാൻകോട് സെൻറ്റ് അൽഫോൺസ ദേവാലയവും, അസീസി നഗർ സെൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ദേവാലയവും, ചെമ്പൂർ സെൻറ്റ് ജോസഫ് ദേവാലയവും, മരൗളി സെൻറ്റ് മേരീസ് ദേവാലയവും, ഷെൽ കോളനി സെൻറ്റ് മേരീസ് ദേവാലയവും, അതോടൊപ്പം തിലക് നഗർ ഇൻഫൻജസ് ദേവാലയവും നമ്മുടെ ഈ ദേവാലയമായ മദർ ഓഫ് ജീസസ് ഫൊറൈൻ ദേവാലയവും ഈ ഫൊറൈൻ്റെ കീഴിൽ സേവനം ചെയ്തു വരുന്നു. ഈ ദേവാലയം ഈ ദേശത്തിന് തന്നെ അനുഗ്രഹമാണ്. നാനാജാതി മതസ്ഥർ അനേകം പേർ ദിനം തോറും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇതിന് തെളിവാണ്. 1970കളിലും 80കളിലുമായി ഏകദേശം 350-ലേറെ ഇടവക കുടുംബങ്ങൾ ഈ ദേവാലയത്തിന് കീഴിൽ ഉണ്ടായിരുന്നു. ഇന്ന് അത് 55 ഫാമിലിയിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുണ്ടെങ്കിലും ഈ ദേവാലയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന എല്ലാ കുടുംബങ്ങളും ഇന്നും ഈ ദേവാലയത്തിൽ വരികയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥം ഈ ദേവാലയത്തിൽ നിന്ന് സ്വീകരിച്ചു വരുന്നു എന്നുള്ളതും ഈ ദേവാലയത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു. 1974 ഒക്ടോബർ 29 ഈ ദേവാലയം ആശീർവദിക്കപ്പെട്ടു. ഇന്ന് 2023 ആണ്ടിൽ നാം ആയിരിക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നു എന്നുള്ളത് കൂടുതൽ ചാരിതാർത്ഥ്യം നൽകുന്നതാണ്. 1988 ആഗസ്റ്റ് 24 കല്യാൺ രൂപത സ്ഥാപിതമായതിനു ശേഷം ആദ്യമായി കല്യാൺ രൂപതയുടെ കീഴിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ദേവാലയം ആൻഡോപ്പിൽ മദർ ഓഫ് ജീസസ് ദേവാലയമാണ് എന്നുള്ളത് ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ആൻഡോപ്പിലെ അത്ഭുത പ്രവർത്തകയായ
വേളാങ്കണ്ണി മാതാവിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ അനന്തരം 1960കളിലും 70കളിലും കേരളത്തിൽ നിന്നും ധാരാളം സീറോ മലബാർ കത്തോലിക്കർ ഇന്ത്യയുടെ തന്നെ വ്യാവസായിക തലസ്ഥാനമായ ബോംബെയിലേക്ക് കുടിയേറുകയുണ്ടായി. അങ്ങനെ കുടിയേറിയ മലയാളികളിൽ ക്രിസ്ത്യാനികളിൽ നല്ലൊരു വിഭാഗം ആൻഡോപ്പിലെ CGS ക്വാർട്ടേഴ്സിലും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലും വന്ന് താമസിക്കുകയുണ്ടായി. അങ്ങനെ താമസിച്ച സീറോ മലബാർ ക്രിസ്ത്യാനികളുടെയും മറ്റ് ക്രിസ്ത്യാനികളുടെയും ആധ്യാത്മിക കാര്യങ്ങൾ നടത്തുവാനായി ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുവാൻ അതിയായി ആഗ്രഹിക്കുകയുണ്ടായി. ഈ പരിശ്രമത്തിനിടയിൽ ആൻഡോപ്പിൽ കോളിവാട പ്രദേശത്ത് പ്രസിദ്ധനായ PK തോമസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇന്നത്തെ ഈ പള്ളിയുടെ സ്ഥാനത്ത് ഒരു കുരിശ് സ്ഥാപിക്കുകയും പ്രാർത്ഥനയ്ക്കുള്ള സാഹചര്യങ്ങളും കുർബാന നടത്താനുള്ള സാഹചര്യങ്ങളും ഒരുക്കുകയുണ്ടായി ചെറിയ തോതിൽ. തുടർന്ന് പ്രസിദ്ധനായ യശശരീരനായ PK തോമസും അദ്ദേഹത്തിൻ്റെ ഗുരുവായ സാമൂഹ്യ പ്രവർത്തകനായ വരദരാജൻ മുതലിയാരുടെ നേതൃത്വത്തിൽ തഞ്ചാവൂരിൽ നിന്നും പള്ളിപ്പണിയിൽ ശില്പപ്രാവീണ്യമുള്ള പണിക്കാരെ കൊണ്ടുവന്ന് ഒരു ദേവാലയം ഇവിടെ നിർമ്മിക്കുകയുണ്ടായി. തുടർന്ന് ഒക്ടോബർ 29, 1974 അന്നത്തെ ബോംബെയിലെ ഓക്സിലറി ബിഷപ്പായ ലോങ്ങിനോസ് പെരാരെ സമീപിക്കുകയും അദ്ദേഹം ഈ ദേവാലയം കുദാശ ചെയ്യുകയും ചെയ്തു. കുദാശ ചെയ്ത് ഈ ദേവാലയത്തെ വേളാങ്കണ്ണി മാതാവിന് സമർപ്പിച്ചു. ദേവാലയത്തിൻ്റെ പേര് മദർ ഓഫ് ജീസസ് ചർച്ച് എന്ന് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിൽ ബോംബെ രൂപതയിൽ പ്രവർത്തിച്ചിരുന്ന ചാപ്ലിനായിട്ടുള്ള പുരോഹിതരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ തുടർച്ചയായി ദിവ്യബലിയും മറ്റു തിരുക്കർമ്മങ്ങളും വിശേഷ ദിവസങ്ങളിലും ഞായറാഴ്ചകളും നടത്തിപ്പോന്നു. എന്നാൽ സീറോ മലബാർ കുർബാന ആദ്യമായി ഇവിടെ അർപ്പിച്ചത് ജെയിംസ് മഞ്ഞാക്കലച്ചനാണ്. അത് 1977 ആണ്. തുടർന്ന് തൃശ്ശൂർ രൂപതയിൽ നിന്നും ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നും വന്ന അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ തുടർച്ചയായി ഞായറാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും കുർബാന അർപ്പിച്ചു പോന്നു. ഈ പ്രദേശത്ത് താമസിക്കുന്ന സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ ആത്മീയവും ഭൗതികമായ കാര്യങ്ങളിൽ സഹായിക്കുകയും അവരെ ആത്മീയമായ ഉന്നമനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. പള്ളിയുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥതയുള്ള ഒരു പാരിഷ് കമ്മിറ്റിയെ രൂപീകരിക്കുകയും ആ പാരിഷ് കമ്മിറ്റി സുസ്ഥിരമായ സേവനങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പള്ളിയുടെ ഇന്നത്തെ ഈ രീതിയിലുള്ള പുരോഗതിക്ക്, ഇന്ന് വരെയുള്ള പുരോഗതിക്ക് ഏകദേശം 50 കൊല്ലം പിന്നിട്ട ഈ ചരിത്രത്തിൽ ഇവിടുത്തെ ആത്മായ ജനങ്ങളുടെയും വൈദിക ഗണത്തിൻ്റെയും സുദീർഘമായ സേവനങ്ങളാണ്. തുടക്കത്തിലൊക്കെ ഈ പള്ളിയിൽ ഏകദേശം 2000-ഓളം ആളുകൾ കുർബാനയ്ക്കും വിശേഷ ദിവസങ്ങളിലെ കർമ്മങ്ങൾക്കും പങ്കുചേർന്നിരുന്നു. അന്നൊക്കെ അവർ പള്ളിയിലും പള്ളിയുടെ അടുത്തുള്ള ഫുട്പാത്തിലും റോട്ടിലും വരെ നിന്ന് കുർബാന കാണേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അത്രയധികം സീറോ മലബാർ ക്രിസ്ത്യാനികൾ ഈ പ്രദേശത്ത് തിങ്ങിപ്പാർത്തിരുന്നു. അവരുടെയെല്ലാം ഒരു ആശാകേന്ദ്രവും അഭയകേന്ദ്രവും പ്രാർത്ഥനയുടെ ഒരു ആലയവുമായിരുന്നു ഈ ആൻഡോപ്പിൽ മദർ ഓഫ് ജീസസ് ചർച്ച്. ഇവിടെ വരുന്ന ഓരോ ഭക്തനും അമ്മ അനുഗ്രഹങ്ങൾ ധാരാളമായി കൊടുക്കാറുണ്ട്. ഈ ദേവാലയത്തിൽ നാനാമതസ്ഥരായ ജനങ്ങൾ വരികയും പ്രാർത്ഥിക്കുകയും തിരികെത്തുകയും അവരുടെ പ്രാർത്ഥനകൾ വേളാങ്കണ്ണി മാതാവിൻ്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കുകയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ദിവസവും ഈ ദേവാലയത്തിൽ മറ്റു മതസ്ഥരായ അനേകം ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുകയും തിരികെത്തുകയും മാതാവിനോട് പ്രാർത്ഥന മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പ്രദേശത്തെ സീറോ മലബാർ ക്രിസ്ത്യൻസിൻ്റെയും അതുപോലെ വിശ്വാസികളായ എല്ലാവരുടെയും ആത്മീയ ഉന്നമനത്തിന് ഈ ദേവാലയം ഒരു മാധ്യമമാകുന്നുണ്ട്, ഒരു കാരണമാകുന്നുണ്ട്. ഇത് ഇവിടുത്തെ സീറോ മലബാർ സമൂഹത്തിന് ചാരിതാർത്ഥ്യജനകമാണ്. അമ്മയുടെ അനുഗ്രഹങ്ങൾ വേളാങ്കണ്ണി മാതാവിൻ്റെ മാധ്യസ്ഥം ഈ സമൂഹത്തിനും ഈ പ്രദേശത്തിനും എപ്പോഴും ലഭിക്കുന്നുണ്ട്. 1988 ഏപ്രിൽ മാസം 30 പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കല്യാൺ രൂപത സ്ഥാപിച്ചത്. നമ്മുടെ കല്യാൺ രൂപതയ്ക്ക് പ്രഥമ മെത്രാനായി വന്നത് പോൾ ചിറ്റിലപ്പള്ളി പിതാവാണ്.
ഒന്നുമില്ലായ്മയിൽ നിന്നും ആരംഭിച്ച ഈ രൂപതയ്ക്ക് സ്വന്തമായിട്ട് ഒരു ദേവാലയം പോലും അന്നുണ്ടായിരുന്നില്ല. 1988 ജൂൺ മാസം 1-ാം തീയതി നമ്മുടെ ഈ ദേവാലയം മിസ്റ്റർ PK തോമസ് കല്യാൺ രൂപതയ്ക്ക് ദാനമായി നൽകിയുണ്ടായി. ഈ ദേവാലയത്തിൻ്റെ പ്രഥമ വികാരി ഫാദർ ജോസ് തണ്ണിപ്പാറ അച്ഛനായിരുന്നു. തുടർന്ന് ഈ നാൾ വരെ ഏകദേശം 15 വികാരികൾ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 1995 ഫാദർ തോമസ് കൊച്ചുപറമ്പിൽ അച്ഛനാണ് ഈ ദേവാലയം ഇന്നത്തെ ഈ അവസ്ഥയിൽ പുതുക്കിപ്പണിതത്. അതുപോലെ 2005 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ഈ ദേവാലയം ഒരു ഇടവക ദേവാലയമാകുകയും 2015 ഏപ്രിൽ 30-ാം തീയതി ഈ ദേവാലയം ഒരു ഫൊറൈൻ ദേവാലയമായി ഉയർത്തുകയും ചെയ്തു. ഈ ദേവാലയത്തിൻ്റെ അംഗങ്ങളായിരുന്നവർക്കും ഇപ്പോൾ ആയിരിക്കുന്നവർക്കും ഈ ദേവാലയത്തോട് ഒരു വൈകാരിക ബന്ധമാണുള്ളത്. വേളാങ്കണ്ണി മാതാവ് ഏറ്റവും അടുത്ത ഒരു ആശ്രയവുമാണ്. അതുകൊണ്ടാണ് ആൻഡോഫിൽ തിരുനാളുകളിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ഓൺലൈനിലൂടെ കുർബാനയിൽ പങ്കെടുക്കുകയും നൊവേനയിൽ ചേരുകയും ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ജൂബിലി വർഷത്തിൽ ഈ ദേവാലയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദേവിമാതാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. വേളാങ്കണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ട ആരോഗ്യമാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിലേക്ക് അനേകായിരങ്ങൾ കടന്നു വരികയും ഇന്നും ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ജീവിതത്തിൽ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു. നമ്മുടെ ഈ ദേവാലയത്തിൽ സേവനം ചെയ്ത് കടന്നുപോയ എല്ലാ വൈദികരെയും നന്ദിയോടുകൂടി ഓർക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. 1988 ആഗസ്റ്റ് 24-ാം തീയതി രൂപത സ്ഥാപിതമായതിനു ശേഷം 1988-89 കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൽ സേവനം ചെയ്തത് ബഹുമാനപ്പെട്ട ജോസ് തണ്ണിപ്പാറ MST അച്ഛനാണ്. 1989-90 കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൽ ആയിരുന്നത് ബഹുമാനപ്പെട്ട പോൾ മാടനച്ഛനും 1990-93 കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിലായിരുന്നത് ബഹുമാനപ്പെട്ട ഹൊണോറിയസ് OFM അച്ഛനുമാണ്. 1993-96 കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൽ സേവനം അനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട തോമസ് കൊച്ചുപറമ്പിൽ അച്ഛനാണ്. അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് ഈ ദേവാലയം ഇന്ന് ആയിരിക്കുന്ന തലത്തിൽ പുതുക്കി പണിതത്. 1996-98 കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൽ സേവനം ചെയ്തത് ബഹുമാനപ്പെട്ട ജെയിംസ് കുടിലിൽ അച്ഛനാണ്. 1998-99 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോയ് പുന്നക്കുഴി MST അച്ഛനും 1999-2001 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് തുപ്പലഞ്ഞിയിൽ MST അച്ഛനുമാണ് ഈ ദേവാലയത്തിൽ സേവനം ചെയ്തത്. 2001-2004 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോസ് കൊക്കപ്പുഴ അച്ഛനും 2004-2005 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഡേവിസ് തരകനച്ഛനും 2005-2008 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ബോബി മുടക്കാമ്പള്ളി അച്ഛനും ഇവിടെ വികാരിയായി സേവനം ചെയ്തു. 2008-2009 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സേവ്യർ കടപ്പുളാക്കൽ MST അച്ഛനും 2009-2011 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രവീൺ അരഞ്ഞാണി ഓളിക്കൽ അച്ഛനും ഈ ദേവാലയത്തിൽ സേവനം ചെയ്ത് കടന്നുപോയി. 2011-2012 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട എബ്രഹാം കൊല്ലിത്തടം MST അച്ഛനും 2012-2014 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് കുസ്മാലയം CMI അച്ഛനും ഈ ദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2012-2017 കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ആൻ്റണി തെക്കിനിയത്ത് OFM അച്ഛനും 2017 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ രൂപതാംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബിജു ചില്ലപ്പള്ളി അച്ഛനും ഈ ദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു. 2021 നവംബർ 4-ാം തീയതി മുതൽ ഞാൻ ജെഫ്രിൻ പള്ളിത്തറയച്ചൻ ഈ ദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഈ ദേവാലയത്തിൽ
എല്ലാ അസോസിയേഷൻസും ഡിപ്പാർട്ട്മെൻറ്റ്സും അവരുടെ സേവനങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു വരുന്നു. പിതൃവേദിയും മാതൃസംഘവും കല്യാൺ എപ്പാർക്കി യൂത്ത് അസോസിയേഷനും അതോടൊപ്പം കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റും കൊയറും ഓൾട്ര ബോയ്സും ഈ ദേവാലയത്തിൻ്റെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കുമായി ദേവാലയത്തിലെ പാരിഷ് കൗൺസിൽ മെമ്പേഴ്സും അക്ഷീണം പ്രവർത്തിച്ചു വരുന്നു. ആൻഡോപ്പിൽ മദർ ഓഫ് ജീസസ് ദേവാലയത്തിൽ 25 പാരിഷ് കൗൺസിൽ അംഗങ്ങളാണ് ഉള്ളത്. ഇടവകയുടെ ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും ചേർന്ന വിധത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, അത് പ്രാവർത്തികമാക്കുന്നതിൽ ഇടവകയുടെ ട്രസ്റ്റിമാരോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഈ ഇടവകയുടെ ജൂബിലി വർഷത്തിലും അതോടൊപ്പം മറ്റ് കാര്യപരിപാടികളിലും പാരിഷ് കൗൺസിൽ മെമ്പേഴ്സ് സ്തുത്യർഹമായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ഈ ദേവാലയത്തിൽ പിതൃവേദി അംഗങ്ങളായിട്ട് 31 പേരാണുള്ളത്. വളരെ ശക്തമായി നേതൃത്വ നിരയിൽ ആയിരിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ മാസവും പരേൽ KM ഹോസ്പിറ്റലിൻ്റെ അരികെ ഫുഡ് കിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുവാൻ ഇവർ പ്രയത്നിച്ചു വരുന്നു. മാർച്ച് മാസം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം ചൊല്ലുന്നതിനും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളിനോട് ചേർത്ത് വെച്ച് നൊവേനയിൽ പങ്കുചേരുന്നതിനും അതിന് നേതൃത്വം കൊടുക്കുന്നതിലും അതോടുകൂടി നേർച്ച ഭക്ഷണം നൽകുന്നതിനും എല്ലാം പിതൃവേദി അംഗങ്ങൾ ഇടവകയുടെ എല്ലാ പ്രോഗ്രാമുകളിലും മുൻപന്തിയിലായിരിക്കുവാൻ പിതൃവേദി അംഗങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അവരുടെ സേവനം വളരെ അഭിനന്ദനീയമാണ്. ദേവാലയത്തിലെ മാതൃസംഘത്തിൽ 40 അമ്മമാരാണ് ഉള്ളത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുവാൻ അമ്മമാർക്കാകുന്നു. ഉദാഹരണത്തിന് ദേവാലയത്തിലെ അൾത്താര അലങ്കരിക്കുന്നതിൽ അമ്മമാരാണ് മുന്നിട്ട് നിൽക്കുക. അതോടൊപ്പം ക്രിസ്മസിൻ്റെ പല വിധത്തിലുള്ള കോമ്പറ്റീഷൻസ് നടത്തുന്നതിൽ ഇവർ സഹായിച്ചു വരുന്നു. ഇടവകയുടെ ഗായക സംഘത്തിലും കാറ്റഗിസം ടീച്ചേഴ്സിലും ഇവരുടെ സാന്നിധ്യം ഏറെ പ്രശംസനീയമാണ്. ഹാർമോണിയ കോമ്പറ്റീഷനിൽ അമ്മമാർ പങ്കുചേരുകയും ഈ വർഷം ഫോറിൻ തലത്തിൽ 3rd പ്രൈസ് നേടുകയും ചെയ്യുകയുണ്ടായി. മാതൃസംഘാംഗങ്ങൾ വർഷം തോറും ചാരിറ്റി വിസിറ്റ് നടത്തുന്നു, ഓർഫനേജ് വിസിറ്റ് നടത്തുന്നു. അതോടുകൂടി അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു വരുന്നു. ആൻഡോപ്പിൽ മദർ ഓഫ് ജീസസ് ദേവാലയത്തിൽ 25 യുവജനങ്ങളാണ് ഉള്ളത്. എല്ലാ മാസം മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിലും അതോടുകൂടി ഈ ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കാര്യക്ഷമതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ യുവജനങ്ങൾക്ക് ആകുന്നുണ്ട്. 6 മാസത്തിലൊരിക്കൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഇവർ ഓർഗനൈസ് ചെയ്യുന്നു. ഈ ഇടവകയുടെ അരികെയുള്ളവർ, മറ്റ് ദേശങ്ങളിലുള്ളവർ പോലും ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കുചേർന്നു വരുന്നു. അതോടുകൂടി ക്രിബ് ഉണ്ടാക്കുന്നതിൽ എല്ലാ വർഷവും ഇവർ ഏറെ ശ്രദ്ധാലുക്കളാണ്. അങ്ങനെ എല്ലാ തലത്തിലും മറ്റ് അസോസിയേഷൻസിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ യുവജനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഈ ദേവാലയത്തിൽ 11 കാറ്റഗിസം ടീച്ചേഴ്സും 30ഓളം കുഞ്ഞുങ്ങളുമാണ് ഉള്ളത്. വിശ്വാസം പകർന്നു നൽകുന്നതിൽ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും കാറ്റഗിസം ടീച്ചേഴ്സ് സഹായിച്ചു വരുന്നു. എല്ലാ വർഷവും കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഓർഫനേജ് വിസിറ്റ് നടത്തി വരുന്നു. കുഞ്ഞുങ്ങൾ തങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെ സഹായകമേകണം എന്ന് പഠിപ്പിക്കുവാൻ ഈ വിസിറ്റ് സഹായകമാകുന്നു. അതോടുകൂടി രൂപത നിഷ്കർഷിക്കുന്ന തരത്തിൽ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുവാനും മറ്റ് നിർദ്ദേശങ്ങൾ നൽകുവാനും കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിന് ആകുന്നു. ദേവാലയത്തിലെ ഗായിക സംഘം 8 അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ്. വളരെ ഭംഗിയായി ഗാനങ്ങൾ ആലപിക്കുന്നതിനും പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും ഇവർക്ക് സാധിച്ചു വരുന്നു. അതോടൊപ്പം മുൻ വർഷങ്ങളിൽ ഫാദർ സണ്ണി മെമ്മോറിയൽ ചർച്ച് കൊയർ കോമ്പറ്റീഷനിൽ പ്രൈസ് നേടുന്നതിനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തിൽ 6 അൾത്താര ബാലന്മാരാണ് ഉള്ളത്. ദേവാലയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നതിനേക്കാളും ഉപരിയായി ഈ ദേവാലയം ഒരുക്കുന്നതിനും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും
കൃത്യതയോടുകൂടെ ആയിരിക്കുന്നതിൽ സഹായിക്കുന്നതിനും ഇവർ മുൻപന്തിയിൽ നിൽക്കുന്നു. ഈ ഇടവകയിൽ നിന്ന് വൈദിക സന്യാസ ദൈവവിളി സ്വീകരിച്ചിരിക്കുന്ന ഏക വ്യക്തി ബ്രദർ ബെൻസ് അഞ്ചുപങ്കിലാണ്. ബെൻസ് ബ്രദർ ഇപ്പോൾ പൂനെ പേപ്പൽ സെമിനാരിയിൽ 2ാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായി പഠിച്ചു വരുന്നു. ബ്രദർ ഈ ഇടവകയിലെ അഞ്ചുപങ്കിൽ വർഗീസ് വിമല ദമ്പതികളുടെ 2ാമത്തെ മകനാണ്. ബെൻസ് ബ്രദറിൻ്റെ ദൈവവിളി ഈ ദേവാലയത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവവിളി സ്വീകരിക്കുവാനും ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും പ്രോത്സാഹനം നൽകി വരുന്നു. അമ്പത്തഞ്ച് കുടുംബങ്ങളുള്ള ഈ ദേവാലയത്തിലെ കുടുംബങ്ങളെ 3 യൂണിറ്റുകളായി തരംതിരിച്ചിരിക്കുന്നു. സെൻറ്റ് അൽഫോൺസ യൂണിറ്റും, സെൻറ്റ് ജൂഡ് യൂണിറ്റും, സെൻറ്റ് പോൾ യൂണിറ്റും. അവരുടെ കുടുംബ സമ്മേളനങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് നടത്തി വരികയും ഇടവകയുടെ ഉന്നമനത്തിനായി രൂപത നിഷ്കർഷിക്കുന്ന തരത്തിൽ തീരുമാനങ്ങളെടുക്കുവാനും ചർച്ച ചെയ്യുവാനും അവർ പ്രയത്നിച്ചു വരുന്നു. ഈ ദേവാലയത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ചു വരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 8 മണിക്ക് സീറോ മലബാർ റൈറ്റിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു വരുന്നു. ബാക്കി എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 7:15 മണിക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നു. തിങ്കളാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ അൽഫോൻസമ്മയോടുള്ള നൊവേനയും, ബുധനാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിത്യസഹായ മാതാവിനോടുള്ള നൊവേനയും, വ്യാഴാഴ്ചകളിൽ വിശുദ്ധ യൂദാ തദ്ദേവസിനോടുള്ള നൊവേനയും, അതോടൊപ്പം എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും വേളാങ്കണ്ണി മാതാവിനോടുള്ള നൊവേനയും അർപ്പിച്ചു വരുന്നു. എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആരാധനയും വാഴ്വും നടത്തി വരുന്നു. അതോടുകൂടി എല്ലാ വെള്ളിയാഴ്ചകളിലും വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജൂബിലി വർഷത്തോട് അനുബന്ധിച്ച് ആരാധനയും തിരുരത്ത ജപമാലയും ചൊല്ലിവരുന്നു. ഈ വീഡിയോ കാണുന്ന
നിങ്ങൾ എല്ലാവരെയും ഈ ദേവാലയത്തിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബോംബെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരണമെന്നും വേളാങ്കണ്ണി മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കണമെന്നും ഞാൻ ഹൃദയപൂർവ്വം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഈ ദേവാലയം വെസ്റ്റേൺ റെയിൽവേയിൽ ദാദർ സ്റ്റേഷനും ഹാർബർ ലൈനിൽ GTP നഗർ സ്റ്റേഷനും മോണോ റെയിലിൽ ആൻഡോപ്പിൾ സ്റ്റേഷനും അരികെ സ്ഥിതി ചെയ്യുന്നതാണ്. റോഡ് മാർഗം നിങ്ങൾ വരികയാണെങ്കിൽ ഈസ്റ്റേൺ എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും ഫ്രീവേയിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നതാണ് ഈ ദേവാലയം. നിങ്ങളെവരെയും ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.